നമസ്കാരം, ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 13/2/2026 ഇലക്ട്രിക്കൽ മേഖലയിൽ ആദ്യം എടുക്കേണ്ടത് വയർമാൻ പെർമിറ്റ് ആണ്. അതിന് പരീക്ഷയ്ക്ക് വേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു വന്ന നോട്ടിഫിക്കേഷൻ്റെ അറിവ് എല്ലാവരിലേക്കും എത്തും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2025 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അതായത് 2024 അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് ഉള്ള പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് 2024 മാത്രമാണോ എഴുതാൻ പറ്റൂ ചോദിച്ചാൽ അങ്ങനെയല്ല. 2024 വരെ അപ്രൻറ്റീസ് വയർമാനായിട്ട് 2024 അടക്കമാണ് പറയുന്നത്. 2024 അടക്കം അപ്രൻറ്റീസ് വയർമാനായിട്ട്, അതായത് 2023 ആയിക്കോട്ടെ, 22 ആയിക്കോട്ടെ, 21 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, ഓക്കെ, ഈ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ഒരു തവണ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയും. അതായത് ചിലപ്പോൾ 2015 അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരാളായിരിക്കാം. അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അന്ന് രജിസ്റ്റർ ചെയ്ത അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ കോൺട്രാക്ടർ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പരിചയ സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് പരീക്ഷ എഴുതാൻ കഴിയും. അതേപോലെ തന്നെ 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്ത് എഴുതി ചിലപ്പോൾ അതിൽ പരാജയപ്പെട്ടവരുണ്ടാവാം. അവർക്കും ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ എഴുതാൻ കഴിയും. അപ്പോൾ അതിന് അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് 16/2/2026 മുതൽ 15/3/2026 വരെ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയും പെട്ടെന്ന് 16-ാം തീയതി സൈറ്റ് ഓപ്പൺ ആവുന്ന ദിവസം മുതൽ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക. അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ വിവരം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത്, അതായത് ഇതിന് മുന്നേ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾ, പരീക്ഷ എഴുതാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ മാക്സിമം എത്തിക്കണം. അതേപോലെ തന്നെ 2025 രജിസ്റ്റർ ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പോൾ പല ആളുകളും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, നീ അപേക്ഷ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾക്ക് 2025 നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ എഴുതാൻ കഴിയില്ല. കാരണം ഇത് 2025 നോട്ടിഫിക്കേഷനാണ്. 2025 അപ്രൻറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് 2026 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഈ മേഖലയിൽ ഈ വയർമാൻ പെർമിറ്റ് പരീക്ഷയ്ക്ക് വേണ്ട ക്ലാസ്സുകൾ നമ്മൾ ആദ്യഘട്ടം ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഫെബ്രുവരി 16 മുതൽ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. രണ്ടാമത്തെ ഘട്ടത്തിൽ പരീക്ഷയോട് അടുപ്പിച്ചിട്ട് മാത്രമായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ. നിങ്ങളുടെ ജോലിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജോലി സമയം മാറ്റി വെച്ചുകൊണ്ട്, അതായത് നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞിട്ട് വരുന്ന ഒരു 1-2 മണിക്കൂറോ മാറ്റി വെച്ചുകൊണ്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റും. നമ്മളെക്കുറിച്ച് നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ വന്ന ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഞങ്ങളുടെ ക്ലാസ്സിന് വന്ന് വയർമാൻ പെർമിറ്റ് എടുത്തവരുണ്ടാവാം, C ക്ലാസ് ലൈസൻസ് എടുത്തവരുണ്ടാവാം, B ക്ലാസ് ലൈസൻസ് എടുത്തവരുണ്ടാവാം, A ക്ലാസ് ലൈസൻസ് എടുത്തവരുണ്ടാവാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ട്സ് അക്കാദമിയെ കുറിച്ച് അന്വേഷിച്ച് പിന്നെ ഞങ്ങളെ നേരിട്ട് വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളുടെ രീതിയും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം.
അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.